ഹായ് ഫ്രണ്ട്സ്, ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ പതിവുപോലെ രാവിലെ ചായയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ അരി അരച്ച മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അപ്പം കുറച്ച് ദോശയാക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം കുറച്ച് കപ്പയിരുന്നു, അതെടുത്ത് വേവിക്കാനായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേഗത്തില്ല, കുറേ സമയമെടുക്കും ഇത് വേകാൻ. അതുകൊണ്ട് അരിഞ്ഞിട്ടുമായിരുന്നു. അരിഞ്ഞെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു കപ്പയായിരുന്നു, ഫുള്ള് എടുത്തിട്ടില്ല. അത് ബാക്കി അത്രയും വെച്ചിട്ടുണ്ട്. അതും കൂടെ അരിഞ്ഞാൽ ഒരുപാടായിപ്പോൾ, അപ്പം ഫുള്ള് എടുത്തിട്ടില്ല. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചോ? എല്ലാവർക്കും എന്തായിരുന്നു രാവിലെ കഴിക്കാൻ? ഞാൻ ദോശമാവ് എടുത്ത് വെച്ചതാണ് ഉണ്ടാക്കാൻ. പിന്നെ അത് വീണ്ടും തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് അരിപ്പൊടി എടുത്ത് പുട്ടുണ്ടാക്കാനായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് റവ എടുത്തിട്ട് അതും നനച്ച് വെച്ചിട്ടുണ്ട് പുട്ടുണ്ടാക്കാൻ. അരിപ്പുട്ടും റവപ്പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിൽ തേങ്ങയുടെ കൂടെ കുറച്ച് ഏത്തയ്ക്കായും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇടയ്ക്ക് തേങ്ങയുടെ കൂടെ കുറച്ച് ഏത്തപ്പഴം കൂടി ഇട്ട് അങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിന്ന്. പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ പഴമില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ അരിഞ്ഞിട്ട് ഏത്തപ്പഴം അങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ കഴിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടാക്കിയിട്ട്. കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ടാത്തത് കൊണ്ട് പതുക്കെയാണ് എഴുന്നേൽക്കുന്നത്. രാവിലെ താമസിച്ചാണ് എഴുന്നേറ്റത്. പിന്നെ പതുക്കെ ഓരോരോ ജോലികൾ പെട്ടെന്ന് തന്നെ തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കപ്പ രാവിലെ തന്നെ അരിഞ്ഞ് വെച്ചത്. അപ്പം ഞാൻ പുട്ടുപൊടിയൊക്കെ ഇവിടെ നനച്ച് വെച്ചിട്ടുണ്ട്, റവയും നനച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കി കൊടുക്കാം. ആദ്യം അരിപ്പുട്ടുണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമുക്ക് ആദ്യം ഏത്തപ്പഴമൊക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അതിനുശേഷം തേങ്ങയൊന്ന് ചിരകിയെടുക്കാം. ഇങ്ങനെ പുട്ടുണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, നല്ലതാണ്. പിന്നെ സൺഡേ ഒക്കെ ആയിട്ട് ഇന്ന് എന്താ എല്ലാവർക്കും സ്പെഷ്യൽ? ഇവിടെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നുമില്ല. കുറച്ച് മത്തി രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം മത്തിക്കറിയും കപ്പ വേവിച്ചതും മോര് പിന്നെ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതാക്കാമെന്ന് വിചാരിച്ചു. അമ്പലത്തിൽ നവാഹം ഇന്ന് 4ാമത്തെ ദിവസമാണ്. ഉച്ചയ്ക്ക് പോകണമെന്നൊക്കെ ഉണ്ട്. ഫുഡൊക്കെ എന്തായാലും ഉണ്ടാക്കി. പിന്നെ നാളെയൊക്കെ മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റത്തില്ല അമ്പലത്തിൽ. അപ്പോൾ ഇന്നെന്നാൽ പോകാമെന്ന് വിചാരിക്കുന്നു. ജോലിയൊക്കെ നേരത്തെ കഴിയുവാണെങ്കിൽ 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് പോയാൽ മതി. അപ്പോൾ അങ്ങനെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നു. അമ്പലത്തിൽ പോയി ഫുഡ് കഴിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ വെയിൽ, ഭയങ്കര വെയിലല്ലേ. പുറത്തോട്ടൊക്കെ നോക്കാൻ കൂടെ വയ്യ, അത്രയ്ക്ക് വെയിൽ. എങ്കിലും പോകണം എന്ന് വിചാരിച്ചിരിക്കുക. കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസമൊക്കെ ആകുമ്പം തലേ ദിവസമേ അരിയൊക്കെ അരച്ച് വെക്കുവേ. ഇതിപ്പം ദോശമാവ് കുറച്ചിരുന്നത് തലേ ദിവസത്തെ മാവ് കുറച്ച് ബാലൻസ് വന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവധിയുള്ള ദിവസത്തേക്കൊന്നും മാവ് അരച്ച് വെക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് അരിയൊന്നും അരച്ചിട്ടില്ല. ഒന്നി കൊഴുക്കട്ട, കുമ്പിളപ്പം, പുട്ട്, ഇലയപ്പം അങ്ങനെയൊക്കെ ഉള്ളതാണ് ശനി ഞായർ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്ന് പുട്ടാക്കാമെന്ന് വെച്ചു. അങ്ങനെ ഏത്തപ്പഴമൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. ഇനി അതിലേക്ക് വേണ്ട തേങ്ങ എടുക്കണം. തേങ്ങയാണെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുത്തിട്ട് വരാം. അധികം വിളയാത്ത തേങ്ങയാണ്. അപ്പോൾ പുട്ടിന് അങ്ങനെയുള്ള തേങ്ങയാണ് നല്ലത്. അപ്പം നമുക്ക് തേങ്ങയൊന്ന് പൊട്ടിച്ചിട്ട് വരാം. കുറേ അടിച്ചിട്ടും അത് പൊട്ടുന്നില്ലായിരുന്നു. കുറേ സമയം കൊണ്ടാണ് പൊട്ടിച്ചെടുത്തത്. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പൊട്ടും. ഇന്ന് കുറേ അടിച്ചണൊക്കെയാണ് പൊട്ടിയത്. അപ്പം നമുക്കിനി തേങ്ങയൊക്കെ ഒന്ന് ചിരകിയെടുക്കാം. ഇനി പുട്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം. കുറച്ച് തുണി കഴുകാനുണ്ട്. കല്ലിൽ കഴുകാനുള്ള തുണികൾ കുറച്ചുണ്ട്. അതൊന്ന് കഴുകിയിടണം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഭയങ്കര വെയിലല്ലേ. അപ്പോൾ അതൊക്കെ കഴുകി മുകളിൽ കൊണ്ട് വിരിക്കണം. അപ്പം പുട്ടൊന്നാക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ തേങ്ങ ചിരകിയെടുക്കുവാണ്. ഞാൻ ആ ചിരവയിലാണെങ്കിൽ ഒരു തുണി കെട്ടി വെച്ചിട്ടുണ്ട്. തേങ്ങ അല്ലെങ്കിൽ തേങ്ങാപ്പീരി എല്ലാം ഇങ്ങനെ ചിരകിയെടുക്കുമ്പോൾ താഴെ പോവും. അതിനൊരു തുണി ഇവിടെ കെട്ടിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറ്റും. എണ്ണയൊക്കെ പറ്റുമ്പം ഒരു വല്ലാത്ത ഇതല്ലേ. അപ്പം 3-4 ദിവസം ആകുമ്പോൾ ആ തുണി മാറ്റിയിട്ട് വേറെ ഒരെണ്ണം കെട്ടും. അല്ലെങ്കിൽ തേങ്ങ എല്ലാം ചിരകുന്ന സമയത്ത് താഴേക്ക് അങ്ങ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ പുട്ടിനെ നമ്മൾ വാരി വെക്കുന്നത് കൂട്ട് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഏത്തപ്പഴം ഇട്ട് കൊടുത്തു. പിന്നെ മാവ് പൊടി നനച്ചതിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. പുട്ടുകുടത്തിനകത്ത് വെള്ളം ആദ്യമേ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് കുറ്റിയൊക്കെ നിറച്ചിട്ട് വെച്ച് കൊടുക്കാം.
പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പരസ്പരം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം. എല്ലായിടത്തും ചൂടൊക്കെയല്ലേ, ഇവിടെ ഭയങ്കര ചൂടാണ്. മഴയാകുമ്പോൾ നമ്മൾ പറയും മഴയൊന്ന് മാറിയാൽ മതിയായിരുന്നു, വെയിലൊന്നായാൽ മതിയായിരുന്നു നമ്മൾ അന്നേരം വിചാരിക്കും. ഇപ്പോൾ ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റ ചൂടാണ്. പെരയ്ക്കകത്ത് പോലും ഇരിക്കാൻ പറ്റും. നമുക്ക് വെളിയിലോട്ടൊക്കെ നോക്കാനേ പറ്റില്ല, അതുപോലത്തെ ചൂടാണ്. പിന്നെ ഈ പുട്ടിനകത്ത് നമ്മൾ ഏത്തപ്പഴം വെച്ച് കൊടുക്കുന്നത് കൊണ്ട് ആവി വരാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഞാൻ പിന്നെ കുറേ നേരം ഇരുന്നിട്ടും ആവി വരുന്നില്ല, ആവി താഴെക്കൂടെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ കുറ്റി എടുത്തിട്ട് പപ്പടം കുത്തി വെച്ച് അതിൻ്റെ അടിഭാഗത്ത് ആ ഹോളിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഒന്ന് കുത്തിയിട്ടൊന്നും ആവി വന്നില്ല. 2-3 തവണ എടുത്ത് കുത്തി വെച്ച് കൊടുത്തപ്പോഴാണ് പിന്നെ ആവി വന്നത്. അങ്ങനെ കുറേ സമയം എടുത്ത് പുട്ടുണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ആവി വരുന്നില്ല. അപ്പം ഞാൻ ആവി താഴെക്കൂടെ പോവുകയാണ്. അപ്പം ഏത്തപ്പഴം വെച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ വരില്ല. പിന്നെ അരിപ്പൊടിക്ക് ചെറിയൊരു പശ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ സമയം കുത്തിയതിന് ശേഷം നമുക്ക് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ കുറച്ച് സമയം കൂടെ ആവി വന്നിട്ട് നമുക്കൊന്ന് പുട്ട് എടുക്കാം. അങ്ങനെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടെടുക്കാവേ. അപ്പോൾ ഈ പുട്ടുകുടത്തെ നൂരിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. കുറേ സമയം കൊണ്ടാണ് ഞാൻ നൂരിയെടുത്തത്. അത് കുറേ പഴയ പുട്ടുകുടമാണ്. അപ്പോൾ അതിൻ്റെ വായൊക്കെ ഒന്ന് ചളങ്ങിയിട്ടുണ്ട്, താഴെയൊക്കെ വീണ്. അപ്പം അത് കുറ്റി അതിൽ നിന്ന് നൂരിയെടുക്കാൻ പാട്, കുറേ സമയം എടുത്ത് അതിൽ നിന്ന് നൂരിയെടുക്കാൻ. അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ബാക്കി പുട്ട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഏത്തപ്പഴവും തേങ്ങയും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് നല്ല മണമൊക്കെയുണ്ട്. നല്ലപോലെ കുഴച്ചൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. അങ്ങനെ അരിപ്പൊടിയും റവയും എല്ലാം വെച്ചിട്ട് പുട്ടൊക്കെ ഉണ്ടാക്കിയ പിന്നെ അരിപ്പൊടിയും കുറച്ചധികം വന്നു, റവയും കുറച്ചധികം വന്നു. പിന്നെ അത് മാറ്റി വെച്ച് കഴിഞ്ഞ് രണ്ടും കുറേശ്ശെയുള്ളൂ. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നാളെ നമ്മളിനി പുട്ടല്ല ഉണ്ടാക്കുന്നത്, ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഇതിനി അവിടെ മാറിയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് അങ്ങ് വാരി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതൊന്ന് കഴിച്ചിട്ട് തുണിയൊക്കെ ഒന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ച് തുണി കഴുകാൻ പോവാണ്. പൊതുവേ ഞായറാഴ്ച ഒരു മടി പിടിച്ച ദിവസമാണ്. സ്കൂളിൽ പോകണ്ട, ട്യൂഷന് പോകണ്ട. അപ്പോൾ പിന്നെ രാവിലെ എഴുന്നേൽക്കത്തില്ല, താമസിച്ച് എഴുന്നേൽക്കത്തില്ല. ശനിയാഴ്ച സ്കൂളില്ലെങ്കിലും പിന്നെ ട്യൂഷനുള്ളത് കൊണ്ട് വെളുപ്പിനെ എഴുന്നേൽക്കും. പിന്നെ ഞായറാഴ്ച ട്യൂഷനില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് താമസിച്ച് എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ ശനിയാഴ്ച രാത്രി താമസിച്ച് ഞങ്ങൾ കിടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിക്കണം. കഴിച്ചിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഞാൻ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് തുണിയൊക്കെ കഴുകി, ഞാൻ തുണിയെല്ലാം കഴുകി മുകളിൽ കൊണ്ട് വിരിക്കും. അതിന് ശേഷം അത് ഉണങ്ങിയിട്ട് മടക്കി കൊണ്ട് വെക്കാറാണ് പതിവ്. പുറത്ത് അങ്ങനെ വിരിക്കാറില്ല, വല്ലപ്പോഴുമേ പുറത്ത് വിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ മുകളിൽ നിന്ന് ഒന്ന് വീഡിയോ എടുത്താണ്. വെയിലൊക്കെ ആയി തുടങ്ങി, ഭയങ്കര വെയിൽ. ഇപ്പോൾ ഒരു 9:30 ആയിട്ടേ ഉള്ളേ. ഭയങ്കര വെയിൽ, അന്നേരേ വെയിലായി. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റാത്ത വെയിലും ചൂടുമാണ്. ഞാനാണെങ്കിൽ വൈകിട്ടാണ് ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇപ്പം ഇന്നലെ ഒഴിച്ചതാണ്. ഇന്ന് വൈകിട്ടാകുമ്പോഴത്തേക്ക് ഭയങ്കര വെയിലല്ലേ, അപ്പോഴത്തേക്ക് ചെടികളൊക്കെ അങ്ങ് വാടി തളരും. പിന്നെയും വൈകിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കും. അന്നേരം റെഡിയായി വരും. രാവിലെ ആകുമ്പോഴത്തേക്ക് റെഡിയായി. വെയിലുറക്കുമ്പോൾ വീണ്ടും ഇതുപോലെ. അപ്പുറത്ത് പറമ്പിലാണെങ്കിൽ കൃഷിയൊക്കെ ഉണ്ട്. ചേനയ്ക്കൊക്കെ തടമൊക്കെ എടുത്തിട്ടേക്കുന്നത്. പിന്നെ പാവൽ, പയർ, അങ്ങനെ എന്തൊക്കെയോ അവിടെ നട്ടിട്ടുണ്ട്. അപ്പം നേരെ തടിയൊക്കെ ഇറപ്പിച്ച് വെച്ചേക്കുന്നതാണ്. നമ്മുടെ കബോർഡിനുള്ള, കിച്ചണിലെ കബോർഡിനുള്ള തടിയൊക്കെയാണ്. അതൊക്കെ അറുത്ത് വെച്ചിരിക്കും. അതിലേക്കൂടെ ഒരു അണ്ണാൻ പോകുന്നുണ്ടോ. അപ്പം ഞാനതിനെ നോക്കുവാണ്. അപ്പോൾ വേണ്ട ക്യാരംസ് വേണമെന്ന് പറഞ്ഞ് വഴക്കിട്ട് മേടിച്ച ക്യാരംസ് ഇപ്പം പെരയുടെ മണ്ടയ്ക്ക് ഇരിപ്പുണ്ട്. അത് തിരിഞ്ഞ് നോക്കത്തില്ല രണ്ടുപേരും. അങ്ങനെ കുറച്ച് കുതുമ്പൊക്കെ കിട്ടിയായിരുന്നു. അതൊക്കെ നമ്മളെടുത്ത് വെയിലത്തൊക്കെ ഇട്ടു. അതിനുശേഷം വീണ്ടും അടുക്കളയിലേക്ക് വന്നു. പിന്നെ കപ്പയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്, മീൻകറിയൊക്കെ വെച്ചു. എല്ലാം റെഡിയായി. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയി ചോറുണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം അമ്പലത്തിൽ പോയിട്ട് വരാവേ. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയപ്പം അമ്പലത്തിൽ നിന്ന് ഉണ്ടിട്ട് ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഭയങ്കര ക്യൂവാ,
ഇപ്പോഴേ പോകണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ക്യൂ ഒക്കെ കഴിയാറായി. ഫുഡൊക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് ആളും തിരക്കുമൊന്നും ഇല്ലായിരുന്നു. അപ്പം സാമ്പാർ, അവിയൽ, പിന്നെ പുളി അച്ചാർ, രസം, അത്രയായിരുന്നു ഇന്ന് സദ്യയ്ക്ക്. പായസമൊന്നും ഇല്ലായിരുന്നു ഇന്ന്. എന്നും പായസം ഉള്ളതാണ്, ഇന്ന് പായസമൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന് കുറച്ച് സമയമൊക്കെ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം പിന്നെ വൈകിട്ട് ചായയൊക്കെ ഇട്ടു. അതിന് ശേഷം മിറ്റമൊക്കെ തൂക്കാം. കരിയിലയൊന്നും ഇല്ല, എങ്കിലും തൂക്കാതെ ഇടുന്ന ഒരു വൃത്തിയില്ലല്ലോ, അപ്പം തൂക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങുവാണ്. വെയിലിൻ്റെ ചൂട് കൊണ്ട് വേണ്ട എൻ്റെ ചെടിയെല്ലാം വാടി തളർന്ന് നിൽക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങേ അറ്റത്തൊരു ചെടിയുണ്ട്, അത് ശരിക്കും അങ്ങ് വാടിപ്പോയേ. അപ്പോൾ ഇപ്പോൾ ഇനി ഞാൻ വെള്ളമൊക്കെ സന്ധ്യ കഴിഞ്ഞിട്ടേ ഞാനിപ്പോൾ വെള്ളം ഒഴിക്കത്തുള്ളൂ. വെയിലൊക്കെ മാറി നന്നായിട്ട് ചൂടൊക്കെ മാറിയിട്ടേ വെള്ളം ഒഴിച്ച് കൊടുക്കത്തുള്ളൂ. വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് സെറ്റാകും. രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലതുപോലെ നിൽക്കും. വീണ്ടും ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ആകും. എന്നും അങ്ങനെ, ഈ ഭയങ്കര ചൂടല്ലേ. അവിടെ ആ പുളിമരം നിന്നപ്പോൾ അങ്ങനെ വലുതായിട്ട് ചൂടൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തൊന്ന് പോയിട്ട് തിരിച്ച് വരുവാണ്. കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുവാണ്. ഞാനാണ് ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടാണ് പോയത്. ഇനിയും പോയിട്ട് വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം. ചപ്പാത്തി മുട്ടക്കറിയാണിന്ന് വൈകിട്ട്. ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ച് അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് കുറച്ച് ചോറേ വെച്ചുള്ളായിരുന്നു. എങ്കിലും ഉണ്ട്, ഉച്ചയ്ക്ക് ആരും കഴിച്ചിട്ടില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറിയാക്കാം. ചോറ് ഫ്രിഡ്ജിൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം കുഴച്ച്, ചപ്പാത്തിക്കുള്ളതെല്ലാം കുഴച്ച് വെച്ച് മുട്ടക്കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച് മുട്ടയെല്ലാം പുഴുങ്ങിയിട്ടിട്ടാണ് പോയത്. ഇനിയും പോയിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കണ്ടലായ റോഡിലെല്ലാം പോസ്റ്റ് ലൈറ്റുണ്ട്. പിന്നെ അമ്പലത്തിൽ നവാഹം നടക്കുന്നതുകൊണ്ട് മൊത്തം ലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അതിന് ശേഷം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ മാവൊക്കെ എടുത്ത് ഓരോ ബോളുകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയിട്ട മുട്ടയാണെങ്കിൽ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് തണുക്കാൻ വേണ്ടി. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി നമുക്ക് മുട്ടക്കറി റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. എന്നും വൈകിട്ട് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാറില്ല, ചോറാണ് കഴിക്കുന്നത്. എനിക്ക് ചോറാണ് ഇഷ്ടം കഴിക്കാൻ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കണമെന്നൊക്കെ വിചാരിക്കും, ഉണ്ടാക്കാറില്ല. ഇന്ന് ചപ്പാത്തി മുട്ടക്കറിയാക്കി. ഇന്ന് വിചാരിച്ച് ഇനി എന്നും ചപ്പാത്തി തന്നെ കഴിക്കാൻ വൈകിട്ട്. എങ്കിലും അങ്ങനെയൊക്കെ വിചാരിക്കും, പിന്നെ മടിയാണ്, കഴിക്കത്തില്ല. ചോറ് കഴിക്കാനാണ് ഇഷ്ടം, അതുകൊണ്ട് ചോറ് കഴിക്കും. അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടക്കറി റെഡിയായി. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 10 മണി 10:30 ആകുമ്പോഴത്തേക്ക് കിടക്കണം. ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. പിന്നെ സൺഡേ ആയിട്ട് അങ്ങനെ പുറത്ത് പോകുമോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ നവാഹമായതുകൊണ്ട് ദിവസം ഉച്ചയ്ക്ക് പോകും, വൈകിട്ടോ രാവിലെ എപ്പോഴെങ്കിലും ഒന്ന് തൊഴാൻ പോകും. അതൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ സാധാരണ വീട്ടമ്മമാരുടെ ഒരു ദിവസം. അപ്പം നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.